വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് പറയാനാണെന്നുള്ളത് നമ്മളിപ്പോൾ ഒരുപാട് പ്രൊഡക്ട്സ് ഈ സെലിബ്രിറ്റീസ് ആണെങ്കിലും ഇൻഫ്ലുവൻസ് ആണെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാം. പക്ഷെ അതിലൊക്കെ എത്രത്തോളം നല്ലതാണെന്നോ അല്ലെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അന്വേഷിക്കാൻ പോകാറില്ല അല്ലേ? അപ്പം എനിക്ക് പറയാനുള്ളത് മോസ്റ്റ്ലി നമ്മൾ ഇതൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ജനറേഷൻ എന്നാൽ ഇപ്പോഴത്തെ ടീനേജേഴ്സാണ്. അവർ ടീനേജ് നോർമലി ആ ഏജിൽ നമുക്കൊരു മെൻറ്റാലിറ്റി എന്ന് വെച്ചാൽ എങ്ങനെ അട്രാക്റ്റീവ് ആവും, എങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ഏജാണ്. ഈവൻ ഐ ഫെൽ ദ സെയിം. നമ്മൾ വീട്ടുകാർ പറഞ്ഞാലും ആര് പറഞ്ഞാലും വലുതായിട്ട് കേൾക്കാത്തൊരു ഏജാണ്. ആ ഒരു സമയം നമുക്ക് എത്ര നമ്മളെങ്ങനെ സ്റ്റൈലിഷായി നടക്കും, നമ്മളെങ്ങനെ അട്രാക്റ്റീവ് ആവും എന്നൊക്കെ ചിന്തിക്കുന്ന നമുക്ക് അറ്റൻഷൻ വേണം. ആ ഒരു ഏജ് അങ്ങനെ ഒരു ഏജാണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും. മോസ്റ്റ്ലി ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് കാണാറുണ്ട്. ഇത് കഴിച്ചാൽ വെളുക്കും, അല്ലെ ഈ ഈ ഈ ക്രീം അപ്ലൈ ചെയ്താൽ വെളുക്കും, സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒരുപാട് ഇപ്പോഴത്തെ കുറേ റീൽസിലും എല്ലാത്തിലും ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി കണ്ടു വരുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഇതിലൊക്കെ മെയിനായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇത് എത്രത്തോളം നല്ലതാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ട്, ആരും ചിന്തിക്കാറില്ല. അപ്പം എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ ഒരുപാട് റിസോഴ്സ് അവൈലബിൾ ആണ്. അപ്പം ഈ പ്രൊഡക്ട്സിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യും, അതൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചാറ്റ് ജിപിറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജെമിനിയോ ഏത് സൈറ്റ് ആണെങ്കിലും എടുത്തിട്ട് പ്ലീസ് റെഫർ ഓൾ മെഡിക്കൽ ബുക്സ് അല്ലെങ്കിൽ പ്ലീസ് റെഫർ ഓൾ മെഡിക്കൽ സൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്